ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പുക്കാട്ടുപടി റൂട്ടിൽ തേവയ്ക്കൽ സ്കൂൾ, വിദ്യോദയ സ്കൂൾ എല്ലാവർക്കും അറിയുന്നതാണ്. തേവയ്ക്കൽ വിദ്യോദയ സ്കൂളിൽ നിന്ന് നമുക്കൊരു 3 കിലോമീറ്റർ മാത്രം മാറിയിട്ടുള്ള ദൂരത്തിലാണ്. മെയിൻ റോഡിൽ നിന്നൊക്കെ ഏകദേശം ഒരു 700 മീറ്റർ ആണ് ഈ കാണുന്ന വില്ലകളിലേക്കുള്ള ദൂരം വരുന്നത്. ഏകദേശം 16ഓളം വില്ലകൾ വരുന്ന ഈ ഒരു പ്രൊജക്ട് 2 ഫേസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫേസിലുള്ള 8 വില്ലകളും സെയിലായി. ബാക്കി വരുന്ന സെക്കൻഡ് ഫേസിലുള്ള ഒരു 8 വില്ലകളാണ് ഇത് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ഇതിനകത്ത് ഒരു വീട് സെയിലായിട്ടുണ്ട്. ബാക്കിയുള്ള 2 വീടുകൾ എല്ലാ വർക്കുകളും കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് ചെറിയ ചെറിയ ഫൈനൽ വർക്കുകൾ മാത്രമാണുള്ളത്. ബാക്കി മേജർ വർക്കുകളെല്ലാം തന്നെ കഴിഞ്ഞിട്ട് സെയിലിനായി റെഡിയായി നിൽക്കുകയാണ്. അതിനകത്ത് നമുക്ക് വീടുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 സെന്റിനും 4.5 സെന്റിനും ഇടയ്ക്കാണ് ഇതിന്റെ ലാൻഡ് അളവുകൾ വരുന്നത്. സ്ക്വയർ ഫീറ്റ് നോക്കുവാണെങ്കിൽ 1650-നും 2200 സ്ക്വയർ ഫീറ്റിനും ഇടയ്ക്കാണ് ഇതിന്റെ വില്ലകളുടെ സ്ക്വയർ ഫീറ്റുകളെല്ലാം തന്നെ വരുന്നത്. അപ്പൊ നിങ്ങൾ ഇതിന്റെ ബാക്കിയുള്ള എലിവേഷൻ കാര്യങ്ങൾ, ഈ ലൊക്കേഷൻ ഒക്കെ കാണുമ്പോഴേക്ക് ഞാൻ ഇവിടെ നിന്ന് ഓരോ സ്ഥലങ്ങളിലേക്കുള്ള ഡിസ്റ്റൻസ് എങ്ങനെയാണെന്നുള്ളത് പറയാം. എക്സാക്റ്റ് ആയിട്ട് ലൊക്കേഷൻ പറയുകയാണെങ്കിൽ എടപ്പള്ളി പുക്കാട്ടുപടി റൂട്ടിൽ തേവയ്ക്കൽ വിദ്യോദയ സ്കൂളിൽ നിന്നും 3 കിലോമീറ്റർ മാറിയാണ്. അപ്പൊ നമുക്ക് ഏറ്റവും അടുത്ത് വരുന്ന സ്കൂൾ വിദ്യോദയാണ്. 3 കിലോമീറ്റർ ആണ് വരുന്നത്. രാജഗിരി ഹോസ്പിറ്റലിലേക്ക് നോക്കുവാണെങ്കിൽ 4.5 കിലോമീറ്റർ ആണ് ദൂരം വരുന്നത്. ഇൻഫോ പാർക്കിലേക്കാണെങ്കിൽ 9 കിലോമീറ്ററും ഇടപ്പള്ളി ഭാഗത്തേക്ക് പോകണമെങ്കിൽ 10 കിലോമീറ്ററുമാണ് ഇതിന്റെ ഡിസ്റ്റൻസ് വരുന്നത്. എയർപോർട്ടിലേക്കാണെങ്കിൽ നമുക്ക് അധികം ദൂരം വരുന്നില്ല, 18 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. അപ്പൊ ഈ കാണുന്ന വീടിന്റെ മതിലിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. നല്ല ഭംഗിയായിട്ടുള്ള വൈറ്റ് കളറും ഗ്രേ കളറും പെയിന്റ് വരുന്നുണ്ട്. അതിനിടയിലെല്ലാം ടെക്സ്ചർ വർക്കുകളും സ്പോട്ട് ലൈറ്റുകളും ചെയ്തിട്ടുണ്ട്. മതിലുകളുടെ എല്ലാം മുകളിൽ CNC കട്ടിങ് വളരെ ഭംഗിയായിട്ടൊരു ലേസർ കട്ട് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഗേറ്റിന്റെ മെയിൻ 2 പില്ലറുകളിൽ വന്നിട്ട് ഒരു സൈഡിൽ പില്ലറുകളാണെങ്കിലും 2 ഭംഗിയുള്ള ക്യൂട്ട് ലൈറ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ഒരു വഴിയൊക്കെ നോക്കുവാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. നല്ല വീതിയുള്ള വഴി തന്നെയാണ്. 2 വാഹനങ്ങൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് വഴി ചെയ്തിരിക്കുന്നത്. ഗേറ്റിന്റെ ഒരു സൈഡ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ ചെയ്ത് വെക്കാവുന്ന രീതിയിലും ഈ ഒരു സൈഡ് വന്നിട്ട് ഫോൾഡ് ചെയ്യാവുന്ന രീതിയിലുമാണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ എലവേഷൻ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ എലവേഷനാണ് വീടിന് കൊടുത്തിരിക്കുന്നത്. ഒരു ബോക്സി ടൈപ്പും കണ്ടംപററി സ്റ്റൈലും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് വീടിന് വരുന്നത്. മെയിനായിട്ട് വൈറ്റ് കളർ പെയിന്റ് ആണ് കൊടുത്തിരിക്കുന്നത്. എങ്കിൽ പോലും ഒരു പീച്ച് കളറും ചെറിയൊരു കോപ്പർ കളറും ഒക്കെ ആയിട്ട് ഭംഗിയായിട്ട് തന്നെയാണ് എലിവേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ വീട് കംപ്ലീറ്റ് ആയിട്ട് LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരെ ഗേറ്റ് തുറന്നു വരുന്നത് ഇവിടുത്തെ കവേർഡ് ആയിട്ടുള്ള ഒരു കാർ പോർച്ചിലേക്കാണ്. കാർ പോർച്ചിനകത്ത് നമുക്കൊരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. ബാക്കിയുള്ള ആ ഒരു സ്പേസ് നോക്കുവാണെങ്കിൽ അവിടെയും ഒരു വാഹനം, ടോട്ടൽ 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. 2 വീലേഴ്സ് ഒക്കെ വെക്കാനായിട്ട് ഒരുപാട് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇതിന് ഈ ഒരു മുറ്റമൊക്കെ നോക്കുവാണെങ്കിൽ കാർ പോർച്ചും അതിനടുത്ത് വരുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ സ്റ്റോൺസ് ആണ് ഇട്ടിരിക്കുന്നത്. അതിനിടയിലെല്ലാം ഇനി ഗ്രാസ് പിടിപ്പിക്കുന്ന വർക്കുകളും കൂടിയാണ് പെൻഡിങ് ആയിട്ടുള്ളൂ. വീട്ടിനകത്തേക്ക് കയറുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്ത് നമുക്ക് ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് ഒരു ഏരിയ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒന്നും ഫൈനൽ ടച്ച് കൂടി ആവാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പൊ അത്ര ഭംഗിയായിട്ട് തോന്നാത്തത്. അത്രയൊക്കെ വെയിറ്റ് ചെയ്യുമ്പോഴേക്കും വീടുകൾ ഇപ്പം പെട്ടെന്നാണ് സെയിലായി പോകുന്നത്. പല വീടുകളും നമുക്കറിയാം അണ്ടർ കൺസ്ട്രക്ഷനിൽ ഇരുന്ന് ഏകദേശം ഒരു എലിവേഷനൊക്കെ കംപ്ലീഷൻ ആയി വരുമ്പോഴേ പല വീടുകളും സെയിലായി പോകുവാണ്. വീടിന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. വീടിന്റെ 2 സൈഡിലും ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് വീട് ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ വീടിന്റെ ലെഫ്റ്റ് സൈഡിലൂടെ കടന്നിട്ട് നേരെ ബാക്ക് സൈഡിലാണ് എത്തിയിരിക്കുന്നത്. ബാക്ക് സൈഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്പേസ് വരുന്നുണ്ട്. നമുക്ക് നടന്നു പോകാനുള്ള നല്ല സ്പേസ് ഇട്ടിട്ടാണ് ബാക്ക് സൈഡ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ വീടിന്റെ മെയിൻ എൻട്രൻസിലേക്കാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ വരുമ്പോൾ നമുക്ക് നല്ല വീതിയുള്ള സ്ഥലം തന്നെയാണ് കിട്ടുന്നത്. കിച്ചണിന്റെ ഭാഗത്തൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. തൽക്കാലം നമുക്ക് വർക്ക് ഏരിയ ചെയ്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. ഈ ഭാഗത്തായിട്ടാണ് കിണർ വരുന്നത്. അതായത് വീട്ടിലേക്ക് നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ വീടിന്റെ റൈറ്റ് സൈഡിലായിട്ടാണ് കിണർ വരുന്നത്. ഈ പുറത്തുള്ള പോർഷനൊക്കെ നോക്കുവാണെങ്കിൽ കാണാം ടെക്സ്ചർ വർക്കൊക്കെയാണ് കിണറിന് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് അതുപോലെ ചെടികളൊക്കെ നട്ടുപിടിപ്പിക്കാനായിട്ട് താഴെ ഭാഗത്ത് മണ്ണൊക്കെ ഇട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. വീടിന്റെ ഈ ഒരു ഭാഗമൊക്കെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം അകത്തേക്ക് കയറി പോകുന്ന സ്റ്റെപ്പുകളുടെ ഭാഗത്തെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഗ്ലാസ് ആണ് ഇട്ടിരിക്കുന്നത്. അതൊക്കെയാണ് വീടിന്റെ എലിവേഷനെ ഇത്ര ഭംഗിയാക്കിയിട്ട് നമുക്ക് തോന്നിക്കുന്നത്.
ഞാൻ പറഞ്ഞിരുന്നു ഇവിടുത്തെ വില്ലകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 3 സെന്റിനും 4.5 സെന്റിനും ഇടയ്ക്കുള്ള ആ ഒരു ലാൻഡ് അളവുകളിലും സ്ക്വയർ ഫീറ്റുകളിലും ഒക്കെയാണ്. നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് 4.5 സെന്റിൽ 2200 സ്ക്വയർ ഫീറ്റിലുള്ള ഒരു വീടാണ്. ആ വീടിന്റെ സിറ്റ് ഔട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ലെങ്തി ആയിട്ടുള്ള സിറ്റ് ഔട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഒരു 3 ചെയർ ഇടാനുള്ള സ്പേസ് ആണ്. ഇവിടെയൊക്കെ ആണെങ്കിൽ ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ നേരെ മുകളിൽ നോക്കുവാണെങ്കിലും സിറ്റ് ഔട്ടിന്റെ മുകളിലും നല്ല രീതിയിൽ തന്നെ വർക്കുകളും LED സ്ട്രിപ്പുകളും ഒക്കെ ഇട്ടിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നത് മെയിൻ ഡോർ ആണ്. മെയിൻ ആയിട്ട് വുഡുകളൊക്കെ വരുന്നത് ആഞ്ഞിലി, മഹാഗണി, ടീക്വുഡിലൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ ഡോർ ഒറ്റപ്പാളിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് ഈസ്റ്റ് ഭാഗത്തേക്കാണ് ഫേസിങ് വരുന്നത്. കിഴക്കോട്ട് ദർശനമായിട്ടാണ് ഈ കാണുന്ന വീടിന്റെ മെയിൻ ഡോർ വരുന്നത്. ഇപ്പൊ നമ്മൾ വന്ന് നിൽക്കുന്നത് ഇതിന്റെ ലിവിംഗ് സ്പേസിലാണ്. നേരെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടുത്തെ ഫ്ലോർ ആണ്. ഒരു ഓഫ് വൈറ്റ് കളറിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന രീതിയിലുള്ള ടൈലാണ് ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ നോക്കുമ്പോൾ നമുക്ക് TV യൂണിറ്റ് കാണാൻ പറ്റുന്നുണ്ട്. മൾട്ടിവുഡിൽ വളരെ ഭംഗിയായിട്ടുള്ള രീതിയിലാണ് ഇത് TV യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് തന്നെ ഷെൽഫ് ഫെസിലിറ്റികളൊക്കെ ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ വിൻഡോസ് നോക്കുവാണെങ്കിൽ 2 ഭാഗത്തായിട്ടാണ് വിൻഡോസ് വരുന്നത്. 3 വിൻഡോസ് വീതമാണ്. പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ മൾട്ടിവുഡ് കൊണ്ട് വളരെ ഭംഗിയായിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. ഈ ലിവിംഗ് സ്പേസ് നമുക്ക് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ ഏറ്റവും ടോപ്പ് എൻഡ് ആണ് നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത്. മുകളിലുള്ള വർക്കുകൾ നമുക്ക് കാണാം. അതുകൂടാതെ ഇതിന്റെ മുകൾ ഭാഗത്ത് നമുക്ക് വിൻഡോസ് ഒരുപാട് കിട്ടുന്നുണ്ട്. ഇപ്പൊ ഡബിൾ ഹൈറ്റഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന വീടുകൾക്ക് ഒരുപാട് എൻക്വയറി ചെയ്യേണ്ട, ഒരുപാട് പേര് ഇഷ്ടപ്പെടുന്ന ഒരു മോഡലും കൂടിയാണ് ഇങ്ങനത്തെ. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് ഡൈനിങ് സ്പേസിലേക്കാണ്. ഡൈനിങ് സ്പേസിലേക്ക് പോകുന്ന സമയത്ത് ഈ ഒരു ഡോറിന്റെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇതുപോലെ ഒരു ചെറിയ പാർട്ടീഷൻ കിട്ടുന്നുണ്ട്. ഡൈനിങ് ഹാളിലേക്കുള്ള ആ ഒരു സെപ്പറേഷൻ ആണ് ഈ ഒരു പാർട്ടീഷൻ ത്രൂ അവർ ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് കൊണ്ടും GA പൈപ്പ് കൊണ്ടും ഒക്കെ വളരെ ഭംഗിയായിട്ടാണ് ഈ ഒരു എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരെ വന്ന് നിൽക്കുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലാണ്. ഏകദേശം ഒരു 8 പേരെ വരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുന്ന വലിയൊരു സ്പേസ് ആണ് നമുക്ക് ഡൈനിങ്ങിൽ കിട്ടുന്നത്. ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്തത്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു വുഡൻ ടൈലൊക്കെ ഇട്ടിട്ടാണ് ഈ കാണുന്ന സ്റ്റെപ്പുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഭംഗിയായിട്ട് വുഡൻ ഫ്രെയിം ഇട്ടിട്ട് അതിനകത്തെല്ലാം തന്നെ ഭംഗിയായിട്ടുള്ള അയൺ ബാസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ റൂഫിലൊക്കെ നോക്കുവാണെങ്കിലും നിറയെ വർക്കുകൾ ആവശ്യത്തിന് മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും നല്ല ഭംഗിയായിട്ടുള്ള വർക്കുകളൊക്കെയാണ് റൂഫിൽ കൊടുത്തിരിക്കുന്നത്. LED സ്ട്രിപ്പുകളാണ് കൂടുതൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് വാഷ് ഏരിയ വരുന്നത്. മൾട്ടിവുഡ് കൊണ്ട് തന്നെയാണ് അതിരിക്കാനുള്ള സ്പേസ് ഒക്കെ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാക്ക് സൈഡിൽ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ വർക്കുകളൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. സെറയുടെയാണ് വാഷ് ബേസിന് വന്നിരിക്കുന്നത്. താഴെയൊക്കെ നമുക്ക് കബോർഡ് സ്പേസ് ഒക്കെ കിട്ടുന്നുണ്ട്. ഇതൊരു 4 BHK വീടാണ്. നമുക്ക് ഇവിടെ താഴെ 2 ബെഡ്റൂമുകളും മുകളിൽ 2 ബെഡ്റൂമും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ നിൽക്കുന്നതിന് ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ടാണ് ബെഡ്റൂം വരുന്നത്. നമുക്ക് ആദ്യത്തെ ബെഡ്റൂം തന്നെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഇവിടുത്തെ വർക്കുകൾ ഫുള്ളി ഫിനിഷ് ആയിട്ടില്ല. അതുകൊണ്ടാണ് ഈ വീടിന്റെ വർക്ക് ചെയ്ത സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഡോറിന്റെ പാറ്റേൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഈ ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13x12 ഫീറ്റ് 13x12 ഫീറ്റ് ആണ് ഇതിന്റെ സൈസ് വരുന്നത്. ഇവിടുത്തെ ടൈലിനെ കുറിച്ചൊരു ഡിഫറൻസ് വരുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ടൈല് കൂടാതെ ഈ ഒരു പോർഷനിൽ മാത്രം വുഡൻ ടൈപ്പ് ഓഫ് ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് നോക്കുവാണെങ്കിൽ ഇവിടെ 3 എണ്ണവും ഇവിടെ 2 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ ആണെങ്കിലും നല്ല രീതിയിലുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് ഫിറ്റിംഗ്സും LED സ്ട്രിപ്പുകളും ഒക്കെ കൊടുത്തിട്ടാണ് മനോഹരമാക്കിയിരിക്കുന്നത്. മൾട്ടിവുഡ് കൊണ്ടുള്ളൊരു വാർഡ്രോബ് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അത് ഡ്രസ്സിംഗ് ടേബിൾ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു മിറർ ഫെസിലിറ്റി കൂടി കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ആ ഒരു വുഡൻ ഷെയ്ഡ് തന്നെയാണ് മെയിൻ ആയിട്ട് വാർഡ്രോബുകൾക്കെല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഡോറിന്റെ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ്. ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം തന്നെ സെറയുടെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ചെറിയൊരു പവർ ഇഷ്യൂ ഇവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് ചെറിയൊരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യുന്നത്. ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡും വുഡൻ കളറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടൈലാണ് ബാത്റൂമിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ ബാത്റൂമുകളും നല്ല സ്പേഷ്യസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമുകളുടെയൊക്കെ ഡോറുകളുടെ പാറ്റേൺ ഒക്കെ സെയിം ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് താഴത്തെ നിലയിലുള്ള 2ാമത്തെ ബെഡ്റൂം ആണ്. ഇത് അത്യാവശ്യം നല്ല വലുപ്പമുള്ള ബെഡ്റൂമാണ്. 14x11 ഫീറ്റ് ആണ് ഇതിന്റെ സൈസ് വരുന്നത്. 14x11 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഫ്ലോർ ടൈലുകളെല്ലാം തന്നെ ആ ഒരു കോമൺ പാറ്റേൺ ആണ് വരുന്നത്. 2 ടൈപ്പ് ഓഫ് ടൈലുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്ത് നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ഈ ഒരു വോളിൽ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഈ റൂഫിൽ ചെയ്തിരിക്കുന്ന വർക്കുകളൊക്കെ താഴേക്ക് വരെ ഒരു പകുതി പോർഷനോളം വരെ ഇറങ്ങിയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല രീതിയിൽ ആ ഒരു വുഡൻ ഔട്ടർ ഫ്രെയിമുകളൊക്കെ ഇട്ടിട്ട് അതിനിടയിൽ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ടാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം നമുക്ക് വാർഡ്രോബ്സ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. മൾട്ടിവുഡ് കൊണ്ട് സെയിം പാറ്റേണിൽ തന്നെയാണ് ഈ ഒരു വാർഡ്രോബ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഇതിനകത്തും ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഒരു വൈറ്റ് ആൻഡ് വുഡൻ കളറിലുള്ള ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞിരുന്നു ബാത്റൂമുകൾക്കെല്ലാം തന്നെ നല്ല ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്.
ഇവിടുത്തെ 2 ബെഡ്റൂമുകൾ കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഇവിടുത്തെ ഈ ഒരു ഡൈനിങ് സ്പേസിലേക്കാണ് വന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ഓപ്പൺ കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്ന ഏരിയ കാണാം. ഓപ്പൺ കിച്ചന്റെ എൻട്രൻസ് നോക്കുവാണെങ്കിൽ മുകളിൽ CNC കട്ടിങ് വന്നിട്ടുണ്ട്. താഴെയൊക്കെ ആണെങ്കിലും കൗണ്ടർ ടോപ്പ് പോർഷൻസ് ഒക്കെ വന്നിട്ട് നല്ല ഭംഗിയായിട്ടാണ് കംപ്ലീറ്റ് ആയിട്ട് ഓപ്പൺ കിച്ചൺ ഉടൻ ആ ഒരു വർക്കുകളൊക്കെ തന്നെയാണ് വരുന്നത്. മുകൾ ഭാഗത്തൊക്കെ LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. കിച്ചണിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് 2 കിച്ചൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ആൻഡ് ഒരു ചെറിയ സെക്കൻഡ് കിച്ചണും കൂടെ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ നോക്കുവാണെങ്കിൽ ഡാർക്ക് ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ടോപ്പ് സ്ലാബ് ഒക്കെ വന്നിട്ട് നല്ല വൈറ്റ് കളറിലെ ഗ്രാനൈറ്റ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്ക് സിങ്ക് കിട്ടുന്നുണ്ട്. ഇവിടെ 2 വിൻഡോസ് വരുന്നുണ്ട്. ഇവിടെ 3 വിൻഡോസും ആണ് കിട്ടുന്നത്. കിച്ചൺ ക്യാബിനറ്റ്സ് ഒക്കെ മുകളിൽ 2 ലെയറിലും താഴെ ഒരു ലെയറിലും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ സറൗണ്ടിങ് ഏരിയാസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഓഫ് വൈറ്റ് കളറിലുള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ കിച്ചണിന്റെ റൂഫ് നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം നല്ല രീതിയിലുള്ള വർക്കുകളൊക്കെ ചെറിയ രീതിയിലാണെങ്കിൽ പോലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ ഒരു ഫസ്റ്റ് കിച്ചൺ കഴിഞ്ഞാൽ അഡീഷണൽ ആയിട്ട് ഒരു ചെറിയ സ്പേസ് കൂടി കിട്ടുന്നുണ്ട്. നോൺ വെജ് ഒക്കെ സെപ്പറേറ്റ് കുക്ക് ചെയ്യണം എന്നുള്ളവർക്ക് എന്തുകൊണ്ടും ഹെൽപ്ഫുൾ ആണ് ഈ ഒരു ലൊക്കേഷൻ. ഇവിടെയും നമുക്ക് ഒരു ചെറിയ സ്പേസ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ വാഷ് ചെയ്യാനൊക്കെ ആയിട്ട് സിങ്ക് കിട്ടുന്നുണ്ട്. മുകളിലും താഴെയൊക്കെ ആയിട്ട് കബോർഡുകളും എയർ സർക്കുലേഷൻ ആയിട്ട് അവിടെ ഒരു വിൻഡോസും നമുക്ക് കിട്ടുന്നുണ്ട്. കിച്ചണിൽ നിന്നുള്ള ഈ ഒരു ഡോർ തുറന്ന് നമുക്ക് വർക്ക് ഏരിയ സ്പേസിലേക്കാണ്. ഇപ്പോൾ വർക്ക് ഏരിയ ചെയ്തിട്ടില്ല. ഫ്ലോറിംഗ് എല്ലാം ഓൾറെഡി ടൈലിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് വർക്ക് ഏരിയ വേണമെന്നുണ്ടെങ്കിൽ ബിൽഡറായിട്ട് സംസാരിച്ചിട്ട് തീർച്ചയായിട്ടും അത് ചെയ്തെടുക്കാവുന്നതാണ്. കിച്ചൺ കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഇവിടുത്തെ ഡൈനിങ് ഹാളിലേക്കാണ് വരുന്നത്. ഇവിടെ നിന്ന് നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. സ്റ്റെപ്പുകളെല്ലാം ഞാൻ പറഞ്ഞിരുന്നു വുഡൻ ടൈപ്പ് ഓഫ് ടൈലാണ് ഇട്ടിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി പോകുന്ന ഭാഗത്തെല്ലാം ഇതുപോലെ ഗ്ലാസ് ആണ്. പുറത്ത് നിന്നാലും നമുക്ക് നല്ല വിസിബിലിറ്റി ആണ് ഈ ഒരു ഏരിയയിലേക്ക് ഉള്ളത്. ഇനി നമുക്ക് മുകളിൽ എന്തൊക്കെയാണുള്ളതെന്നുള്ളത് നോക്കാം. സ്റ്റെപ്പ് കയറി നമ്മൾ നേരെ മുകളിലെത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് വലിയൊരു ഹാളാണ് കാണാൻ പറ്റുന്നത്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് അപ്പർ ലിവിംഗ് ഏരിയ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നല്ലൊരു സ്പേസ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടുത്തെ ടൈല് നോക്കുവാണെങ്കിൽ നമുക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള വേറെ ടൈപ്പ് ഓഫ് ടൈലാണ്. ഓഫ് വൈറ്റ് ഷെയ്ഡ് തന്നെ, പക്ഷേ ഡിസൈനിൽ ഒരു ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് TV യൂണിറ്റ് കിട്ടുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഷെൽഫ് ഫെസിലിറ്റികളോടൊക്കെ കൂടിയിട്ട് മൾട്ടിവുഡിലാണ് ഇങ്ങനെ ഒരു TV വെക്കാനുള്ള അറേഞ്ച്മെന്റ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് നമ്മൾ കയറി വന്നപ്പോൾ തുടങ്ങി ഈ ഒരു ഹാളിൽ നിൽക്കുമ്പോൾ വരെയുള്ള മുകളിലുള്ള വർക്കുകൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വളരെ ഭംഗിയായിട്ട് നല്ല രീതിയിലൊക്കെയാണ് വർക്കുകൾ ചെയ്തിരിക്കുന്നത്. LED സ്ട്രിപ്പുകളും LED ലൈറ്റുകളും റൂഫിംഗ് വർക്കുകളൊക്കെ നന്നായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന സമയത്ത് ഈ ഭാഗം നമ്മൾ കാണുന്നത് ഡബിൾ ഹൈറ്റഡ് ആയിട്ട് കണ്ട ഏരിയ ആണ്. ഈ ഹാൻഡ് റെയിൽസിന് താഴെ നമുക്ക് വരുന്നത് ഇവിടുത്തെ ലിവിംഗ് സ്പേസ് ആണ്. അതിന്റെ മുകളിലുള്ള വർക്കുകളും വിൻഡോസ് ഒക്കെ നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ കുറച്ചും കൂടെ അടുത്ത് കാണാൻ പറ്റുന്നതാണ്. ഈ കാണുന്ന ഭാഗത്തായിട്ട് നമുക്കൊരു ഡോർ വരുന്നുണ്ട്. അത് ഇവിടുത്തെ ബാൽക്കണിയിലേക്കുള്ള എൻട്രൻസ് ആണ്. ഇവിടെ തൊട്ടടുത്ത വീടുകളുടെയൊക്കെ വർക്ക് നടക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് സൗണ്ട് ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. വലിയൊരു ബാൽക്കണി തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതിന്റെ റൂഫിലൊക്കെ നോക്കുവാണെങ്കിലും നല്ല രീതിയിലുള്ള കളർഫുൾ പെയിന്റ്സും LED സ്ട്രിപ്പുകളൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ട് ബാൽക്കണി ഹാൻഡ് റെയിൽസ് വെച്ച് കവർ ചെയ്തിരിക്കുകയാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഹാൻഡ് റെയിൽസും അതിനകത്തെല്ലാം ടഫ് ആൻഡ് ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇവിടെ താഴെ 2 ബെഡ്റൂമുകളാണ് കണ്ടത്. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകളാണ് കിട്ടുന്നത്. ഞാൻ ഇവിടെ നിൽക്കുന്ന സമയത്ത് എന്റെ ലെഫ്റ്റിലും റൈറ്റിലും ആയിട്ട് നമുക്ക് 2 ബെഡ്റൂമുകൾ വരുന്നുണ്ട്. നമുക്കിനി ഇവിടുത്തെ 3rd ബെഡ്റൂം എങ്ങനെയാണെന്ന് നോക്കാം. ഡോറുകളുടെ ഒക്കെ പാറ്റേൺ സെയിം തന്നെയായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിന്റെ സൈസ് നോക്കുവാണെങ്കിൽ 13x12 13x12 ഫീറ്റിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഒരു വോളിൽ 2 വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിലാണെങ്കിലും അത്യാവശ്യത്തിന് വർക്കുകൾ വരുന്നുണ്ട്. ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് തന്നെയാണ് റൂഫ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് മൾട്ടിവുഡ് കൊണ്ടുള്ള വലിയൊരു വാർഡ്രോബ് കിട്ടുന്നത്. അതിനകത്ത് തന്നെ ഡ്രസ്സിംഗ് ടേബിൾ ഫെസിലിറ്റി കൂടി ഓൾറെഡി ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഇവിടെ ആയിട്ടാണ്. നമുക്ക് വൈറ്റ് ആൻഡ് ഒരു വുഡൻ കളറിലുള്ള ടൈലുകളാണ് കോമ്പിനേഷൻസ് ആയിട്ട് വരുന്നത്. ഈ ഒരു ബാത്റൂമും അത്യാവശ്യത്തിന് സ്പേസ് ഒക്കെ ഇട്ടിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയാൽ അതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം കാണാൻ പറ്റുന്നത്. നമുക്ക് ഇവിടുത്തെ മാസ്റ്റർ ബെഡ്റൂം ഇതാണെന്ന് പറയാം. ഇതിന്റെ ഒരു സൈസ് നോക്കുവാണെങ്കിൽ 15x11 15x11 സൈസിലാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. വിൻഡോസ് കാണാം. ഇവിടെ 3 ഉണ്ടാവും, ഇവിടെ 2 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലാണെന്നുണ്ടെങ്കിലും ആവശ്യത്തിനുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ വാർഡ്രോബ് വരുന്നതും ആ ഒരു സെയിം പാറ്റേൺ വുഡൻ കളർ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. എല്ലാ വാർഡ്രോബുകളുടെയും കൂടെ ഡ്രസ്സിംഗ് ടേബിൾ കൂടി ഓൾറെഡി അറ്റാച്ച് ചെയ്തിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതും ഒരു ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കളറുകൾ നോക്കുവാണെങ്കിൽ ഒരു ഗ്രേ ആൻഡ് ഓഫ് വൈറ്റ് കളറിലെ കോമ്പിനേഷനിലാണ് ടൈലുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ 4 ബെഡ്റൂമുകളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണാനുള്ളത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസ് ആണ്. അവിടെ കുറച്ച് വർക്കുകളും കൂടെ പെൻഡിങ് ഉള്ളതും തൽക്കാലം കാണിക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ ഡോർ ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നത്. ഇവിടെ നിന്ന് തുറന്നു കഴിഞ്ഞാൽ യൂട്ടിലിറ്റി ഏരിയയാണ്. നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള അറേഞ്ച്മെന്റ് അവിടെയാണ് വരുന്നത്. അവിടെ നിന്ന് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് ആണ്. ടെറസ് വന്നിട്ട് ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്.
ഇന്ന് മാർബിൾ ഹോംസ് നിങ്ങളെ പരിചയപ്പെടുത്തിയ വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ഇടപ്പള്ളി പുക്കാട്ടുപടി റൂട്ടിൽ തേവയ്ക്കൽ വിദ്യോദയ സ്കൂളിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. എല്ലായിടത്തേക്കും നമുക്ക് എളുപ്പത്തിൽ എത്തിപ്പെടാവുന്ന സ്ഥലത്താണ്. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുടെയും ആരാധനാലയങ്ങളും ഇവിടെ നിന്ന് വളരെ അടുത്തൊക്കെ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. 16 വില്ലകൾ വരുന്ന ഒരു വില്ല പ്രൊജക്ട് ആണ്. ഫേസ് 1-ലുള്ള 8 വില്ലകളും സെയിലായതാണ്. ബാക്കിയുള്ള 8 വില്ലകളിൽ 2 എണ്ണമാണ് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ വർക്ക് കഴിഞ്ഞ് കിടക്കുന്നത്. ഈ പുതിയ ഫേസിൽ പോലെ നമുക്ക് സോൾഡ് ഔട്ട് ആണ്. ഈ കാണുന്ന വില്ലകളുടെ ഡീറ്റെയിൽ നോക്കുവാണെങ്കിൽ 3 സെന്റിനും 4.5 സെന്റിനും ഇടയ്ക്കാണ് ഈ കാണുന്ന വില്ലകളുടെ എല്ലാം ലാൻഡ് അളവ് വരുന്നത്. സ്ക്വയർ ഫീറ്റ് നോക്കുവാണെന്നുണ്ടെങ്കിൽ 1650-നും 2200-നും ഇടയ്ക്കാണ് സ്ക്വയർ ഫീറ്റ് വരുന്നത്. അപ്പൊ അതനുസരിച്ചിട്ടാണ് പ്രൈസ് കാറ്റഗറികളും വരുന്നത്. 70 ലക്ഷം രൂപ തുടങ്ങിയിട്ടാണ് ഈ കാണുന്ന വില്ലകളെല്ലാം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ പരിചയപ്പെട്ട വീട് നോക്കുവാണെങ്കിൽ 4.5 സെന്റ് 4.5 സെന്റിൽ 2200 സ്ക്വയർ ഫീറ്റ് 2200 സ്ക്വയർ ഫീറ്റിൽ 4 BHK 4 ബെഡ്റൂമുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. 2 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. എല്ലാ വില്ലകളിലും കിണറുണ്ട്. അതുകൂടാതെ KWയുടെ വാട്ടറും അവൈലബിൾ ആണ്. ഈ പരിചയപ്പെടുത്തിയ വില്ലയ്ക്ക് ഉദ്ദേശിക്കുന്ന റേറ്റ് 90 ലക്ഷം രൂപയാണ്. 90 lakhs എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. കുറച്ചും കൂടെ ലാൻഡ് കുറഞ്ഞ മറ്റൊരു വീട് കൂടെ സെയിലായിട്ട് റെഡിയായി കിടക്കുന്നുണ്ട്. അതാണെങ്കിൽ 3 സെന്റ് ലാൻഡിൽ 1650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത്. അതിനുദ്ദേശിക്കുന്ന പ്രൈസ് 70 ലക്ഷം രൂപ 70 lakhs ആണ്. അതും നെഗോഷ്യബിൾ ആണ്. ഈ ഒരു പ്രൊജക്ടിനകത്തുള്ള ഏത് വില്ലകൾ സ്വന്തമാക്കണമെങ്കിലും അണ്ടർ കൺസ്ട്രക്ഷൻ ഇരിക്കുന്ന വീടുകൾ ചിലർക്ക് താല്പര്യം ഉണ്ടാവും. കാരണം അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് ഇന്റീരിയർ ചെയ്യാനായിട്ട്. അങ്ങനെയുള്ള വീടുകൾ താല്പര്യമുണ്ടെങ്കിലും തീർച്ചയായിട്ടും മാർബിൾ ഹോംസിനെ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പൊ ഈ വീട് കാണാനും സ്വന്തമാക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.